കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 5 യൂണിറ്റ് 5 റൂറൽ വൈബ്സിലെ രണ്ടാം ഭാഗമായ ദ ഫാമർ എന്ന പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം അറ്റ് 2310. ലെറ്റ്സ് സ്റ്റാർട്ട്. വി ഓൾ അഡ്മയർ ഹീറോസ്. അപ്പോൾ ഇവിടെ അഡ്മയറിൻ്റെ അർത്ഥം എന്താ? ആരാധിക്കുക. ഹീറോസ് പറഞ്ഞാൽ നായകന്മാർ. അപ്പം നമ്മളെല്ലാവരും നായകന്മാരെ ആരാധിക്കുന്നവരാണ്. ഹൂ ഈസ് യുവർ ഹീറോ? അപ്പം നിങ്ങളുടെ നായകൻ ആരാണ്? ഹിയർസ് എ പോയം സെലിബ്രേറ്റിംഗ് ദ അൺസങ് ഹീറോസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ ലോകത്തിലെ അധികം പറയപ്പെടാത്ത അൺസങ്, ഇവിടെ അധികം പറയപ്പെടാത്താണ് എന്നർത്ഥം വരുന്നത്. അധികം പറയപ്പെടാത്ത നായകന്മാരെ കുറിച്ചുള്ള ഒരു പദ്യമാണ് താഴോട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആ പദ്യത്തിൻ്റെ തലയെക്കെട്ട് ദ ഫാർമർ, കർഷകൻ. ദ ഫാർമർ, ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് വായിക്കാം. ദ കിങ് മേ റൂൾ ഓർ ലാൻഡ് ആൻഡ് സീ, ദ ലോർഡ് മേ ലിവ് റൈറ്റ് റോയലി, ദ സോൾജർ റൈഡ്സ് ഇൻ pomp and pride, the sailor roams o'er oceans wide, but this or that, whatever befall, the farmer he must feed them all. ഇവിടെ എന്താ പറയുന്നത്? ദ കിങ് മേ റൂൾ ഓർ ലാൻഡ് ആൻഡ് സീ, രാജാവ് രാജ്യമൊക്കെ ഭരിക്കും. ദ ലോർഡ് മേ ലിവ് റൈറ്റ് റോയലി, ലോർഡ് എന്ന് പറഞ്ഞ പ്രഭു, സമ്പന്നൻ. സമ്പന്നൻ വളരെ രാജകീയമായിട്ട് ജീവിക്കും. റോയലി, രാജകീയം. ദ സോൾജർ റൈഡ്സ് ഇൻ pomp and pride, ഈ പട്ടാളക്കാരൻ, സോൾജർ എന്ന പട്ടാളക്കാരൻ വളരെ അഭിമാനിക്കും. അദ്ദേഹത്തിൻ്റെ പദവിയിലൊക്കെ വളരെ അഭിമാനത്തോടെ ഉണ്ടാവും. ദ സെയിലർ റോംസ് ഓർ ഓഷൻസ് വൈഡ്, സെയിലർ നാവികൻ, കപ്പലിൽ യാത്ര ചെയ്യുന്നവരാണ് നാവികർ. അവരെന്താ ചെയ്യുന്നത്? അവരിങ്ങനെ വൈഡ് പരന്ന് കിടക്കുന്ന സമുദ്രം, ഓഷൻസ്, സമുദ്രത്തിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ടർ ബി ഫോൾ, പക്ഷേ എന്ത് തന്നെയായാലും ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ, ഈ മേലെ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ കർഷകൻ വിചാരിക്കണം. ഇവിടെ O'ER എന്നൊരു വാക്ക് കണ്ടില്ലേ? അത് ഷോർട്ടാക്കി എഴുതിയതാണ്. OVER എന്നുള്ള വാക്കിനെ ഷോർട്ടാക്കിയതാണ്. ഇവിടെ അത് കാണാം. അതിനുശേഷം വാട്ട് E'ER, അതായത് ഇവിടെ EVER എന്നുള്ളതിൻ്റെ ഷോർട്ടാക്കിയത്, വാട്ട് എവർ എന്നുള്ള ഷോർട്ടാക്കിയത്. അപ്പം വാട്ട് എയർ എന്ന് വായിക്കുക. വാട്ട് എയർ, ഇത് ഓർ എന്നാണ് വായിക്കുക. The writer thinks, the poet sings, the craftsman fashion wondrous things, the doctor heals, the lawyer pleads, the miner follows the precious leads, but this or that, whatever befall, the farmer he must feed them all. ഇവിടെ പറയുന്നത് the writer thinks, എഴുത്തുകാരൻ ചിന്തിക്കുന്നു. the poet sings, കവി പാടുന്നു. the craftsman fashion wondrous things, കൊത്തുപണിക്കാരൻ കല്ലിലും മരത്തിലുമൊക്കെ നല്ല ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കുന്നു. The doctor heals, the lawyer pleads, ഡോക്ടർ സൗഖ്യം പ്രാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. The lawyer നീതി ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. The miner follows the precious leads, മൈനർ എന്ന് പറഞ്ഞാൽ ഈ ഖനിത്തൊഴിലാളികൾ. അവരെന്ത് ചെയ്യുന്നു? follows the precious leads, അവർ ഭൂമി കുഴിച്ചിട്ട് precious leads, അതായത് അമൂല്യമായ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. But this or that, whatever befall, പക്ഷെ മേലെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെ തന്നെ ചെയ്താലും the farmer he must feed them all, കർഷകൻ വിചാരിക്കണം ഇവർക്കൊക്കെ ഭക്ഷണം ലഭിക്കണമെങ്കിൽ. അപ്പോൾ കർഷകന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാം. മൂന്നാമത്തെ സ്റ്റാൻസ. The merchant he may buy and sell, the teacher does his duty well, but men may toil through busy days, or men may stroll through pleasant ways, from king to beggar, water befall, the farmer he must feed them all. ഇവിടെ എന്താ പറയുന്നത്? മെർച്ചന്റ്, കച്ചവടക്കാരൻ, അദ്ദേഹം വാങ്ങലും വിൽക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. ദ ടീച്ചർ, അധ്യാപകൻ, കുട്ടികളെ നല്ലോണം പഠിപ്പിക്കും. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്, ചില ആൾക്കാർ ദിവസം മുഴുവനും വളരെ കഠിനാധ്വാനം ചെയ്യും. കഠിനാധ്വാനം ടോയൽ. ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസന്റ് വേയ്സ്, ചില ആൾക്കാരാണെങ്കിൽ വളരെ സുഖിച്ച് ജീവിക്കും. അതാണ് ഈ പ്ലസന്റ് വേയ്സ്, സുഖകരമായ ജീവിതം. സ്ട്രോൾ, അങ്ങനെ സ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നു പോവുക, ആ ജീവിത ശൈലിയിലൂടെ കടന്നു പോവുക. ഫ്രം കിങ് ടു ബെഗർ വാട്ടർ ബിഫോൾ, അതായത് രാജാവ് മുതൽ യാചകൻ വരെ. അപ്പം ആ ഒരു ഉയർന്ന
രാജാവിൻ്റെ അവസ്ഥയിലായാലും അതിൻ്റെ താഴോട്ട് വന്ന് ഒരു യാചകൻ്റെ അവസ്ഥയിലുള്ള ആളായാലും ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കർഷകൻ വിചാരിക്കണം. അപ്പം ഇവിടെയും നമ്മൾ കർഷകൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. 4th stanza. The farmer's trade is one of worth. He is partner with the sky and earth. He is partner with the sun and rain. And no man loses for his gain. And men may rise or men may fall, but the farmer he must feed them all. ഈ സ്റ്റാൻസിൽ എന്താ പറയുന്നത്? The farmer's trade is one of worth. worth എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടത്. അപ്പം ഒരു കർഷകൻ്റെ ട്രേഡ്, ജോലി, തൊഴിൽ വളരെ വിലപ്പെട്ടതാണ്. ഹീസ് പാർട്ട്ണർ വിത്ത് ദ സ്കൈ ആൻഡ് എർത്ത്. ഹീസ് പാർട്ട്ണർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ. അപ്പോൾ ഈ കർഷകൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും മഴയും എല്ലാം അവരാശ്രയിച്ചിട്ടാണ് ഈ കർഷകരൊക്കെ കൃഷി ചെയ്യുന്നത്. ആൻഡ് നോ മാൻ ലൂസസ് ഫോർ ഹിസ് ഗെയിൻ. അങ്ങനെ കർഷകന് കിട്ടുന്ന നേട്ടം മുഖാന്തരം ബാക്കി എല്ലാവർക്കും നേട്ടമേ ഉള്ളൂ. നോ മാൻ ലൂസസ്, ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല. ആൻഡ് മെൻ മേ റൈസ് ഓർ മെൻ മേ ഫോൾ. പക്ഷേ ചിലർ വളരെ അഭിവൃദ്ധി പ്രാപിക്കും, റൈസ്. ചിലർ വീണു പോകും, അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ശരിയാവാതെ വരും. പക്ഷേ ആര് തന്നെയായാലും എന്ത് തന്നെയായാലും ബട്ട് ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. കർഷകനാണ് ഇവർക്കൊക്കെ ഭക്ഷണം റെഡിയാക്കി കൊടുക്കുന്ന ആള്. അപ്പോൾ ഈ പദ്യത്തിൽ രാജാവ് മുതൽ ദ കിങ് മുതൽ യാചകൻ വരെ, ബഗർ വരെയുള്ള പല തലത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതൊക്കെ സമൂഹത്തിന്, രാജ്യത്തിലെ അല്ലെ ലോകത്തിലെ ആൾക്കാർക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവർക്കൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിക്കണമെങ്കിൽ ഒരു കർഷകൻ വിചാരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? കൃഷി എന്ന് പറയുന്ന കാര്യവും കൃഷി ചെയ്യുന്നവരും എത്രമാത്രം ഒരു ആളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ സ്റ്റുഡൻസ്, ദ ഫാമർ എന്ന പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം അറ്റ് 2310.